വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് AR Gamer ഗൈസ്. അപ്പം നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. ഡെറിച്ച് എനിക്കിട്ട് എന്തോന്ന് കിടക്കാൻ പോലെ സമ്മതിക്കാത്ത അവസ്ഥയല്ലേ. അതിപ്പം ഒരു സർപ്രൈസ് അണ്ണൻ്റെ. അതിന് അണ്ണ പൊക്കോ, ഞാൻ പറഞ്ഞില്ലേ എടാ സിനിമയ്ക്കാണ്. ഞാൻ തരുന്നത് സിനിമയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ആളിതാ ചാടി എണീറ്റൊക്കെ വന്ന് വാ 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 നമുക്ക് പോകണ്ടേ. പിന്നെ നമുക്ക് പോണേ ഇപ്പോൾ വാ കറി വന്ന് കയറി നമ്മുടെ ചുമന്ത കുട്ടൻ്റെ അടുത്ത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നീലൊഴിയാൻ. നീലില്ലാത്തോടെ ഇല്ലടാ ഇച്ചിരി ചേട്ടൻ്റെ ക്ഷമിക്കുന്നേ. അമ്മ എന്തിനാണ് കാണിച്ചത്? നീ ചിലപ്പോൾ പറയും അണ്ണെന്ന്, ചിലപ്പോൾ പറയും ചേട്ടന്ന്, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടാ. അണ്ണൻ ഓക്കെ അണ്ണൻ വിളിച്ചു. ഇനി മാറ്റി വല്ലതും പറഞ്ഞാലാണ് അമ്മച്ചി അന്ന് ബസ്സിൽ പിടിച്ച് അതിന് അല്ല തിരിച്ചായിരുന്നല്ലേ ഡയലോഗ്. തിരിച്ചായിരുന്നു, ചേട്ടനാണ് മാറ്റി പറഞ്ഞത്. അന്ന് എനിക്കറിയാം നിൻ്റെ ഐഡിയ അങ്ങോട്ടി. ഇതിപ്പോൾ എൻ്റെ കുട്ടിയായ ഗൈസ്. ഇതെന്തിരിത് വൃത്തിന് വല്ലാതിരിക്കുമ്പോരിത് ഗൈസ്. ചേട്ടൻ കോമഡി തന്നെ ഗൈസ്. ചേട്ടൻ കോമഡിയല്ല, അതിനൊത്ത കോമഡി. ഇതെന്തിരി ഗൈസ്, ഇങ്ങനൊന്നും ചേട്ടനാവൽ. നീ നേരത്തെ പറഞ്ഞില്ലേ അണ്ണന്ന് അമ്മച്ചി ചത്തണ്ണ. അത് ഒരു അണ്ണൻ്റെ കളിയല്ലേ. 100 ലെവൽ 1 അയ്യോ അതോ പോലീസുകാർ വരുന്ന അമ്മച്ചി ചത്താനിപ്പം. ചത്തില്ലേ പിന്നെ എന്തിനാ ചത്തെന്ന് പറയുന്നത്? ഗീസ് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഗീസ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് ആ തിയേറ്ററിൽ തന്നെ കയറണമെന്നുണ്ടോ? ഒരു കഴപ്പമല്ല, എനിക്ക് ആ തിയേറ്ററിൽ തന്നെ കാണാം. ഇച്ചിരി ക്ഷമിക്കടാ. ക്ഷമിക്കാം. ഈ തിയേറ്ററിലാണ് ഇറക്കാൻ പോണം. ഈ തിയേറ്ററിലാണ് ഞാൻ കയറ്റാൻ പോണം. അത് ഇത് കൊള്ളാത്തൊരെണ്ണമാണ്. ഇപ്പം സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. സിനിമ പൊള്ളിയായിരുന്നു ഗൈസ്. എൻ്റെ മോനെ ഇങ്ങനത്തെ സിനിമ വേറെ ഇല്ലായിരുന്നു. ഏതായിരുന്നു ചേട്ടാ, എനിക്ക് തന്നെ മനസ്സിലായില്ലായിരുന്നു പേരോല് അറിഞ്ഞുകൂടാ സിനിമയുടെ പേര്. ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ചേട്ടൻ എന്താണെന്ന് പറഞ്ഞത്? ഇതാരെങ്കിലും കണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കയറി. നല്ല എണ്ണ. ഇതെന്തൊരു താഴെ ഇറക്ക്. എന്തൊരെണ്ണ കാണിക്കുന്നേ? ഒന്നുമില്ല, ചേട്ടൻ്റെ ഒരു കുറുമ്പനല്ലേ ചേട്ടൻ. പിന്നെ ചേട്ടാ എൻ്റെ ഫ്രണ്ട് വന്നതെന്ന് പറഞ്ഞില്ലേ? ഞാൻ അതിന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഫ്രണ്ട് വരുന്നുണ്ട് ഗൈസ്. അമ്മച്ചി നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. രാജുവേ നീ എവിടെയാ? വിഷ്ണു നീ എവിടാ? പൈസ ഒന്നും അടച്ചാടാ? പിന്നെ ഞാൻ പൈസയിൽ അടച്ചുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. സംതിങ് ഫിഷിങ്. ചേട്ടാ ഷിൻചാനെ കൂട്ടിയായിരുന്നു. അയ്യോ ചത്ത്. നീ വീട്ടിൽ പോകുമ്പോൾ ചത്ത് ചേട്ടാ. പിന്നെ അടിച്ചിട്ടാ ചേട്ടൻ. പെട്ടെന്ന് മുങ്ങടക്കടാ. ചക്കട്ടയാ? എന്തൊരു ചക്കട്ടല്ല ചേട്ടൻ എന്ന് പറഞ്ഞതാണ് അണ്ണ. ഇതെന്തൊരു ഇവന് ഭ്രാന്തായിരുന്നു. ഞാൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അണ്ണൻ പറയുമ്പോൾ ചേട്ടൻ പറയുന്നു. പിന്നെ നല്ല ഭ്രാന്ത് ആശുപത്രിയിലെല്ലാം കാണിക്കാനും ഗൈസ്. പോലീസുകാരെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. ദയവായിട്ട് പോലീസുകാർ വന്ന് ഇടിക്കരുത്. ബ്രേക്കിംഗ് ന്യൂസ്. ഇവിടെ പോലീസുകാരുടെ കാര്യം കുറച്ച് കൂടുതലായിരുന്നു. ഇടിച്ചിട്ട് അമ്മച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൂടെയാണ് ഞാൻ എൻ്റെ കാറ് ഓടിച്ചുകൊണ്ട് പോകണം. എൻ്റെ സൂപ്പർ കാറ് മേടിച്ചുകൊണ്ട്. ഇത് ഭയങ്കര സ്പീഡായതുകൊണ്ട് ആരിടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ സ്പീഡ് കുറച്ച് കുറയണം. സൂപ്പർ കാറായിട്ട് കുറയ്ക്കുന്നു വെച്ചിട്ടു. എന്തിനാടാ ചെയ്യുന്നത്? ഞാൻ തന്നെ ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ അവിടെ തന്നെടാ പോകുന്നത്. ഞാൻ ഫയർ സ്റ്റേഷനിലൊന്നും അല്ലല്ലോ പോണേ, അവിടെ തന്നെ പോണത്. സാധനം വന്ന് ഇടിക്കുന്നു. അപ്പോൾ ഗീസ് നമുക്ക് അങ്ങോട്ടങ്ങ് പോകാം ഗീസ്. എൻ്റെ ഒരു ഫ്രണ്ടല്ലേ വരുന്നത്. നമുക്ക് മുന്നേ സുമപുരത്തുടി വിളിക്കാൻ പോകാം ഗീസ്. എന്തിനടാ അവൻ്റെ പേരെന്തിനായിരുന്നു? ചെറുകൻ്റെ പേരെന്തിന്?
എന്തിന് അതിനെ പറയുന്നെന്തിന്? ഞാൻ അങ്ങ് മറന്നു. നീ പറഞ്ഞാണ് എൻ്റെ പേര് ജോർജ് ചേട്ടാ. ജോർജ്. ഞാൻ വേറെ പേരാ വിചാരിച്ചത്. എന്തിന് ജൗജ്? ചേട്ടാ കളിയാക്കിയല്ലേ ചേട്ടാ? ചേട്ടാ എങ്ങനെ കളിയാക്കോ? പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ അമ്മച്ചി വന്നത്. ചെറുതായിട്ട് അടിച്ചോളൂ. ഞാൻ വിചാരിച്ച് വേണ്ട ലെവലിലേക്ക് വല്ലതും വരുമെന്ന്. ഈ ചേട്ടാ പെട്ടെന്ന് വാ, ട്രെയിനൊക്കെ വന്നെന്ന് തോന്നുന്നു. എത്തിയിട്ട് എന്തിനാടാ പെട്ടെന്ന് പോകും പറയുന്നേ? എനിക്ക് ഭ്രാന്തമുണ്ട്. ഞാൻ പറയാൻ വയ്ക്കായിരുന്നു ഭ്രാന്തായിരുന്നു. അയ്യോ ചത്ത് കേട്ടോ. അയ്യോ IT സെൻട്രൽ എക്സ്പ്രസ്. ഇവനാണോടാ? ഇവൻ തന്നെ. എടാ നിൻ്റെ പേര് ജോർജ് എന്നല്ലേടാ? അതെ അണ്ണാ, ഞാൻ ഇവൻ്റെ ഫ്രണ്ടാ. മനസ്സിലായി. എടാ ഇവനങ്ങ് കാറിൽ കയറ്റേക്കോ. എന്നാ ഞാൻ നിന്നെ കണ്ടിട്ടൊരു സംശയം പോലെ. ചേട്ടാ അവനെ ഇടിക്കണ്ട. ഞാൻ ഇടിക്കുന്നില്ല. വന്ന് വണ്ടി കയറടാ. ചേട്ടാ ഞാൻ വണ്ടി കയറാം. എടാ ലവനെ പിടിച്ച് വണ്ടിയിലാക്ക്. പിന്നെ എല്ലാ ചാട്ടം എന്തൊരു ഗുണ്ടേനെ പോലെ. ഒന്നുമില്ലെന്നേ. വാ വണ്ടിയിൽ കയറി വന്ന്. അയ്യോ എൻ്റെ വണ്ടി. എല്ലാവരും കണ്ടോളൂ, എൻ്റെ പുതിയ വണ്ടിയാണ്, എൻ്റെ പുതിയ റെഡ് കാർ. എല്ലാവരും കണ്ടോളൂ. ട്രെയിനൊക്കെ വന്ന് കേസ്. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എടാ മോനെ വന്ന് കയറുന്ന പറഞ്ഞില്ലേ? വാടാ അങ്ങോട്ടാ. കേറാങ്ങോട്ട്. ചേട്ടി ഇത് ഭയങ്കര ലോക്കായിട്ടിരിക്കുന്നു. എനിക്ക് അത് നൂരട നല്ല പോലെ. നിൽക്ക് ചേട്ടാ, ഒന്ന് ഉരുട്ട്. ഊരി കയറിക്കോ. ഗൈസ് അപ്പോൾ അവൻ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം ഗൈസ്. നിൻ്റെ പേരെന്തിനായിരുന്നു? ജോർജാ? എന്തിനാ നിൻ്റെ ചേട്ടൻ ഇങ്ങനെ? ഒന്നുമില്ല, വട്ടാണ്. എന്തരടാ അങ്ങോട്ട് പറഞ്ഞത്? ഒന്നുമില്ല. ജോർജ് അല്ലടാ, ജോർജ്. ജോർജ്. ഈ എൻ്റെ മോഞ്ഞ സീൻ ചേട്ടൻ ഡ്രിഫ്റ്റൊക്കെ ആണല്ലേ. അത് ഞാൻ പറയാനല്ലേ, ഞാൻ പ്രോ ഡ്രൈവറാണ്. ഇന്നലെ നേരത്തെ കൂടെ ആക്സിഡൻ്റ് ആയതാണ്. ഇന്നലെ പറഞ്ഞ് ഞാൻ തിരി പറയാം ചേട്ടാ. ഈ സൂര്യ വലിയ രഹസ്യം പറയുന്നുണ്ട്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമുക്ക് കയറ്റിയിടങ്ങി എൻ്റെ ഗ്യാരേജിലോട്ട് വണ്ടികൾ. മുന്നേ ഇതുണ്ട് എൻ്റെ വണ്ടികൾ കളക്ഷൻസ്. ചേട്ടാ റിച്ച്. പിന്നെ എൻ്റെ ചേട്ടനല്ലാടാ, റിച്ച് ആവാതിരിക്കുമോ ഗൈസ്? ഇവനെ നല്ലപോലെ പൊക്കി പറയുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.